ഇന്ന് നമുക്ക് അരി കുതിർത്തരയ്ക്കാതെയും മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാതെയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് പത്തിരിപ്പൊടിയിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റവയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു 250 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുകി വരുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ അതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയിലോ നെയ്യിലോ നാളികേരക്കൊത്തും ഒരു 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഒന്ന് മൂപ്പിച്ച് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം ചേർത്തിട്ട് അതൊരു ദോശമാവിന്റെ പരുവത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 2 നുള്ളു ചുക്കുപൊടിയും വറുത്ത് വെച്ചിട്ടുള്ള നാളികേരക്കൊത്തും എള്ളും പിന്നെ ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയായി. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.